ഹലോ, ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഇന്നലത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കുക്കിങ്ങിലേക്ക് കയറുകയാണ്. അപ്പോൾ ഞാൻ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, കട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ രാവിലെ എന്ന് പറയുന്നത് ഒരു സാമ്പാർ വെക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ വലിയ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സാമ്പാറൊന്നും അല്ല, വീക്ക് ഡേ ആണ്. അപ്പോൾ വളരെ ധൃതി വെച്ച് രാവിലെയിൽ ഒരു തട്ടിക്കൂട്ട് സാമ്പാർ വെക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നന്നായിട്ട് സാമ്പാർ പരിപ്പ് നന്നായിട്ട് കഴുകി അത് കുക്കറിലേക്ക് ഇട്ടു. പിന്നെ വെജിറ്റബിൾസ് ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ വെളുത്തുള്ളി, പച്ചമുളക്, ടൊമാറ്റോ, അങ്ങനെ ഞാൻ ഓരോരോ വെജിറ്റബിൾസ്, എനിക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസാണ് ഞാൻ സാമ്പാറിലേക്ക് ആഡ് ചെയ്യുന്നത്. എനിക്ക് തക്കാളി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ പച്ചക്ക ഉണ്ടല്ലോ, പച്ചക്കായ, മുരിങ്ങക്കോല്, ക്യാരറ്റ്, അതുപോലെ പൊട്ടറ്റോ, എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സെലക്റ്റീവായിട്ടുള്ള നമ്മുടെ വഴുതനങ്ങ, അങ്ങനെ കുറച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സെലക്റ്റീവായിട്ടുള്ള വെജിറ്റബിൾസാണ് ഞാൻ എൻ്റെ സാമ്പാറിലേക്ക് ആഡ് ചെയ്യുന്നത്. പിന്നെ പൊടികളായിട്ട് ഞാൻ ഇട്ട് കൊടുത്തത് കുറച്ച് സാമ്പാർ പൊടി, പിന്നെ ആവശ്യത്തിന് കായപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയുമാണ് ഞാൻ എൻ്റെ സാമ്പാറിലേക്ക് ഇടുന്നത്. പിന്നെ പുളി പിഴിഞ്ഞൊഴിക്കുക എന്ന് പറയുന്നത് ഓപ്ഷണലാണ്. ഞാൻ അത്യാവശ്യം വലിയ 2 തക്കാളി എൻ്റെ സാമ്പാറിലേക്ക് ചേർത്തിട്ടുണ്ട്. എനിക്ക് സാമ്പാറിൽ ഒരുപാട് പുളിപ്പുള്ളത് വലിയ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ തക്കാളി ഇടുന്നതുകൊണ്ട് തന്നെ ഇനി എക്സ്ട്രാ പുളിവെള്ളവും കാര്യങ്ങളും ഒന്നും പിഴിഞ്ഞൊഴിക്കുന്നില്ല. പിന്നെ ഞാൻ രാവിലത്തെ ചായ, നമ്മുടെ ചായ വെക്കൽ പരിപാടിയും ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിന്ന് ഇഡ്ഡലി റെഡിയാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഇഡ്ഡലിയുടെ അരച്ച മാവെടുത്ത് പുറത്തേക്ക് വെച്ചു. അപ്പോൾ കുറച്ച് നേരം പുറത്തിരിക്കട്ടെ, തണുപ്പൊക്കെ പോയതിന് ശേഷം ഇന്ന് ഉപയോഗിക്കേണ്ട ചെറിയൊരു പോർഷൻ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് സോഡാപ്പൊടി, ഒരു നുള്ള് സോഡാപ്പൊടിയും കൂടെ ചേർത്തിട്ട് കുറച്ച് നേരം ഒന്ന് കലക്കി വെക്കും. അപ്പോൾ നമ്മുടെ കുക്കറിലിട്ട വെജിറ്റബിൾസൊക്കെ അത്യാവശ്യം ഒരു 2 വിസിലൊക്കെ കേട്ടപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് സാമ്പാർ താളിച്ച് മാറ്റാം. അപ്പോൾ ഒരു പാൻ എടുത്തു, പാനിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു. അതിനുശേഷം എണ്ണയൊന്ന് ചൂടായി വന്നപ്പോൾ കടുക് പൊട്ടിക്കുകയാണ്. കടുക് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് കൂടുതൽ കൊച്ചുള്ളിയും അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ ഗാർലിക്കും. ഈ കൊച്ചുള്ളി നമ്മൾ വേറെ വെളിച്ചെണ്ണയും കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ച് ടേസ്റ്റ് സാമ്പാറിന് ഈ താളിച്ചൂറ്റുന്ന ഈ ഒരു കാര്യം കൂടെ കഴിയുമ്പോഴത്തേനാണ് സാമ്പാറിന് നല്ല സൂപ്പറായിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. നമ്മളിങ്ങനെ എത്രത്തോളം ഇതൊക്കെ നമ്മൾ കൂടുതൽ ഉള്ളി ചേർക്കുകയാണെങ്കിൽ ഒരു കൂടുതൽ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അതിലേക്ക് ഞാൻ കറിവേപ്പിലയും അതുപോലെ തന്നെ വറ്റൽമുളകും ഇട്ടു. അപ്പോൾ അതൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേനും കുറച്ചും കൂടി ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട്, ടേസ്റ്റിന് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി സാമ്പാർ പൊടിയും അതുപോലെ തന്നെ കുറച്ചും കൂടെ മല്ലിപ്പൊടിയും കായപ്പൊടിയും കൂടി ഇട്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് മൂപ്പിച്ചു. അതൊക്കെ അത്യാവശ്യം ഒരുപാട് മൂത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാറിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് മാറിപ്പോകും. അതിൻ്റെ ആ ഒരു പച്ചമണം, മല്ലിപ്പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ കുക്കറിൽ നിന്നുള്ള സാമ്പാർ എടുത്ത് പാനിലേക്ക് ഒഴിച്ചു. ഇനി എല്ലാം കൂടെ കിടന്ന് കുറച്ച് നേരം ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം എല്ലാം കൂടെ കിടന്നൊന്ന് ആവട്ടെ, ആ ഒരു നമ്മൾ താളിച്ചൂറ്റിയ ഐറ്റംസും നമ്മുടെ വെജീസും എല്ലാം. അപ്പോൾ ഇഡ്ഡലിയുടെ പരിപാടി എന്ന് പറയുന്നത് ഓരോന്നോരോന്നായിട്ട് ഞാൻ ഒഴിച്ച് കാസ്ട്രോളിലേക്ക് മാറ്റുകയാണ്. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സൂപ്പർ സാമ്പാർ റെഡിയായിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ സാമ്പാർ കുറച്ച് കുറുകിയാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ വെജിറ്റബിൾസിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചുള്ളത് കൊണ്ട് നമുക്ക് ലൂസായിട്ടുള്ള സാമ്പാർ വേണമെങ്കിൽ കുറച്ചും കൂടെ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചാൽ മതി. അപ്പോൾ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. എന്നത്തെയും പോലെ തന്നെ 1 കപ്പ് നല്ല പതപ്പിച്ച ചായ, പിന്നെ ഒരു 3 ഇഡ്ഡലി, പിന്നെ അതിലേക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ, ഒരുപാട് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഞാൻ വെജിറ്റബിൾസും സാമ്പാറും ഒക്കെ എടുത്ത് കഴിക്കുകയാണ്. അപ്പോൾ എനിക്കിങ്ങനെ ഈ ദോശയിലാണെങ്കിലും ഇഡ്ഡലിയിലാണെങ്കിലും ദോശയും ഇഡ്ഡലിയും ഒക്കെ കാണാതെ ഇങ്ങനെ കുതിർന്ന് ദോശയിലും ഇഡ്ഡലിയിലും ഒക്കെ ഇങ്ങനെ മുങ്ങി കിടക്കുന്ന രീതിയിലാണ് ഞാൻ സാമ്പാർ ഒഴിക്കുന്നത്. അതിലത്തെ വെജിറ്റബിൾസൊക്കെ ഒരുപാട് എടുത്ത് കഴിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സാമ്പാർ വെക്കുന്ന ദിവസങ്ങളിൽ മാക്സിമം ചോറിന് സാമ്പാർ, ഫിഷ് ഫ്രൈ, ആ ഒരു കോംബോ
സെറ്റ് ചെയ്യാനും കൂടുതൽ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ പരിപാടിയിലേക്ക് കയറുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതാ ഒരു 1-2 സിപ്പ് ചൂട് ചായ എടുത്തു. അതിന് ശേഷം ഇതാ നല്ല അടിപൊളി നല്ല ചൂട് എന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ്, നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ചൂടൊന്ന് ആറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ചൂട് ഇഡ്ഡലിയും അതുപോലെ തന്നെ നേരെ പാനിൽ നിന്ന് തന്നെ എടുത്ത് ഒഴിച്ചതാണ്. നല്ല ഭയങ്കര ചൂടായിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ഡിലീഷ്യസ് ആയിട്ടുള്ള സൂപ്പർ സാമ്പാറും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കഴിക്കാൻ പറ്റുന്നില്ല, അത്ര ചൂടാണ്. നല്ല ചൂട് ചായയും ചൂട് ഇഡ്ഡലിയും ചൂട് സാമ്പാറും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഇന്ന് രാവിലെ സാമ്പാർ എന്ന് പറയുമ്പോൾ നമുക്ക് പല പല രീതിയിൽ വെക്കാം. കുക്കറിൽ തന്നെ വെജീസ് ഇട്ട് വേവിക്കണം എന്നൊന്നുമില്ല, നമുക്ക് അല്ലാത്ത രീതിയിലൊക്കെ വേവിക്കാം. അതൊക്കെ കൂടുതൽ ടൈം ഉള്ളപ്പോൾ സമയമെടുത്ത് ചെയ്യാം. അപ്പോൾ അതിന് ശേഷം ഇതാ നമ്മൾ ഫ്രൂട്ടായിട്ട് കുറച്ച് വാട്ടർമെലൺ കട്ട് ചെയ്ത് അത് നമ്മളെല്ലാവരും കൂടി കഴിച്ചു. അതിന് ശേഷം ഞാൻ കുറച്ച് സ്വീറ്റ് കോൺ വിത്ത് ബ്രോക്കോളി സാലഡ്, ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ പിന്നെ ഷെയർ ചെയ്യാം. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റാണ്, വളരെ ഹെൽത്തിയാണ്. അപ്പോൾ ഞാനൊരു ഹെൽത്തി വേർഷനിലാണ് ഇത് ഉണ്ടാക്കിയത്. കുറച്ച് ബട്ടറിലൊക്കെ സോട്ട് ചെയ്തിട്ട് സ്വീറ്റ് കോൺ എന്ന് പറയുന്നത് നമ്മളൊന്ന് ആവി കയറ്റിയെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, ബ്രൊക്കോളിയും സ്വീറ്റ് കോണും കൂടി ബട്ടറിലേ ഒന്ന് സോട്ട് ചെയ്തെടുത്തു. അപ്പോൾ അതിന് ശേഷം ഇതാ ലഞ്ചെന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലഞ്ചായിരുന്നു. അപ്പോൾ ഇതാ ചോറും അതുപോലെ തന്നെ വെണ്ടയ്ക്ക ഫ്രൈയും അതുപോലെ തന്നെ പൊട്ടറ്റോ മെഴുക്കുവരട്ടിയും കുറച്ച് ചമ്മന്തിപ്പൊടിയും പിന്നെ കുറച്ച് ചിക്കൻ കറിയും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു സിമ്പിൾ ഉച്ചയൂണ്. അപ്പോൾ രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കുക്കിങ്ങിൻ്റെ വീഡിയോ കുറച്ച് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ നമ്മുടെ ലഞ്ച് വീഡിയോ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാം കൂടെ ഒരു കുക്കിംഗ് വീഡിയോ ആയി പോകുമ്പോഴത്തേനും നിങ്ങൾക്ക് ബോറടിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഏതെങ്കിലും ഒരു ടൈമിലെ കുക്കിംഗ് മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുന്നത്. അപ്പോൾ ഇതാ നമ്മളുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുക്കിംഗ് ലഞ്ച് കഴിക്കൽ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇന്ന് കാര്യമായിട്ട് ലഞ്ചിൻ്റെ കുക്കിംഗ് എന്ന് പറയുന്നത് കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാര്യം പൊട്ടറ്റോ കുക്ക് ചെയ്തതും അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ കറിയും അതുപോലെ നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈയും ഒക്കെ കഴിഞ്ഞ ദിവസത്തെ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എടുത്ത് തീർത്തതാണ്. കാര്യം എന്താ വെച്ചാൽ ഇന്നും കൂടെ എടുത്ത് കഴിച്ചില്ലെങ്കിൽ അതെല്ലാം വേസ്റ്റായി പോകും, ചീത്തയായി പോകുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് ആ ചമ്മന്തിപ്പൊടി എന്ന് പറയുന്നത് അമ്മച്ചിയുടെ സ്പെഷ്യൽ ചമ്മന്തിപ്പൊടിയാണ്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്പെഷ്യൽ ചമ്മന്തിപ്പൊടിയാണ്. അപ്പോൾ അതൊക്കെ കഴിച്ചു. അപ്പോൾ ഈവനിങ് ആയപ്പോഴത്തേനും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് ന്യൂഡിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കനും വെജിറ്റബിൾസും അതുപോലെ തന്നെ എഗ്ഗും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു മിക്സ്ഡ് ന്യൂഡിൽസ്. അപ്പോൾ നമ്മൾ പ്രത്യേകം പറഞ്ഞായിരുന്നു ക്യാപ്സിക്കം ആഡ് ചെയ്യേണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ എനിക്കും സാറയ്ക്കും ഒന്നും ന്യൂഡിൽസിൽ ക്യാപ്സിക്കം ഒരുപാട് ചേർക്കുന്നത് വലിയ താല്പര്യമില്ല. അപ്പം അതർവൈസ് ഈ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ ന്യൂഡിൽസ് അല്ലെങ്കിൽ ഒരു മിക്സ്ഡ് ന്യൂഡിൽസാണ്. ഇതിൽ ആവശ്യമില്ലാത്ത സോസസോ കാര്യങ്ങളോ ഒന്നും ഇവർ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടില്ല. വളരെ മൈൽഡ് ഫ്ലേവറോട് കൂടിയിട്ട് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് പോലെയുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ന്യൂഡിൽസ്. പിന്നെ ന്യൂഡിൽസൊക്കെ കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ലുലുവിൽ പോയപ്പോൾ എടുത്തതാണ് നമ്മുടെ നിലക്കടലയുണ്ടല്ലോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് വേവിക്കണമല്ലോ. അപ്പോൾ വേവിച്ച് തോട് പൊട്ടിച്ച് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ഞാൻ കുക്കറിൽ വെള്ളം എടുത്തു. അതിനുശേഷം നമ്മുടെ കടല ഗ്രൗണ്ട് നട്ട്സ് കംപ്ലീറ്റ് അതിലേക്ക് ഇട്ടു. പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇത് അത്യാവശ്യം നല്ല വേവുണ്ട്. ഞാൻ ആദ്യം ഒരു 1-2 വിസിൽ കേൾപ്പിച്ച് ഓപ്പൺ ചെയ്തപ്പോൾ അത് വെന്തില്ലായിരുന്നു. പിന്നെ ഒരു 5-6 വിസിൽ കേട്ട് വേവിച്ച് എടുത്തപ്പോഴാണ് അതിൻ്റെ ഉള്ളിലെ സീഡ്സ് എന്ന് പറയുന്നത്, അതായത് ഗ്രൗണ്ട് നട്ട്സ് എന്ന് പറയുന്നത് നമുക്ക് കഴിക്കാൻ പാകത്തിന് വെന്തത്. അപ്പോൾ നമ്മുടെ കടല എല്ലാം അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഉപ്പൊക്കെ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ നമ്മൾ നല്ല ചൂടാണ്. അപ്പോൾ ഓരോന്നും തൊലി പൊളിച്ച് ഓരോന്ന് എടുത്ത് കഴിക്കുകയാണ്. ഇത് മക്കൾ ഇതിനു മുന്നേ കഴിച്ചിട്ടില്ലാത്തത് കൊണ്ട് അവർക്കിത് കണ്ടപ്പോഴത്തേനും ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി. അപ്പോൾ മക്കൾക്കും
കടല അതിൻ്റെ ഉള്ളിൽ നിന്ന് പൊളിച്ച് ഞാൻ കൊടുക്കുകയാണ്. അപ്പം ഞാനും ഒരുപാട് കഴിച്ചു. ഇത് വളരെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള, നമുക്ക് ഒരുപാട് ഗുണമുള്ള, ശരീരത്തിനൊക്കെ ഒരുപാട് ഗുണമുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് എനിക്കറിയാം, കുറേ നാൾ ഞാനിങ്ങനെ ഈ ഒരു ഐറ്റം ഒരുപാട് അധികം കണ്ടിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴത്തേനും ഞാനിത് എടുത്തു. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ്. ഓക്കെ, അപ്പോൾ അതിനുശേഷം പിന്നെ ഡിന്നർ പരിപാടിയിലേക്ക് കയറുകയാണ്. അപ്പോൾ രാവിലെ സാമ്പാറും ഇഡലിയുമായിരുന്നു. അപ്പോൾ ഡിന്നറായപ്പോൾ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് 2 തട്ടിൽ കൊട്ട് ദോശ, അതായത് 2 തട്ട് ദോശ, കുറച്ച് തിക്കായിട്ടുള്ള ദോശ 2 ചുട്ടെടുത്തു. പിന്നെ ഒരു എഗ്ഗ് ഓംലെറ്റ്, കുറച്ച് കൊച്ചുള്ളിയും ഒക്കെ കൂടുതൽ ഇട്ടിട്ടുള്ള, കൊച്ചുള്ളിയും കുറച്ച് പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് തിക്കായിട്ട് പൊരിച്ചെടുത്തിട്ടുള്ള ഒരു എഗ്ഗ് ഓംലെറ്റ്. പിന്നെ അതിലേക്ക് നമ്മുടെ രാവിലത്തെ സെയിം സാമ്പാർ. അപ്പം കിച്ചണിൽ വെച്ച് തന്നെ ഞാൻ ദോശയൊക്കെ കാസ്ട്രോളിൽ ചുട്ട് അടച്ച് മാറ്റുന്നില്ല. ആവശ്യത്തിന്, നമ്മുടെ ആവശ്യാനുസരണം ഓരോന്ന് ചുട്ട് പ്ലേറ്റിലേക്ക് എടുത്ത് കഴിക്കുകയാണ്. അപ്പോൾ ഇക്കാക്കും അതുപോലെ തന്നെ മോൾക്കും മക്കൾക്കും ഒക്കെ ഉള്ളത് ഞാൻ ഫ്രഷായിട്ട് ചുട്ട് പ്ലേറ്റിലേക്ക് എടുക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നലത്തെ ഡിന്നർ എന്ന് പറയുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ദോശ, നല്ല ചൂട് സോഫ്റ്റ് ദോശയും, അപ്പോൾ ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ദോശയും അതുപോലെ തന്നെ സാമ്പാറും, ദോശ സാമ്പാർ, പിന്നെ ഓരോ പീസ് എഗ്ഗ് ഓംലെറ്റ്, അത് ഒരുമിച്ച് ചേർത്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ്. പിന്നെ എഗ്ഗ് ഓംലെറ്റിൽ കുറച്ച് കൂടുതൽ കൊച്ചുള്ളിയൊക്കെ നന്നായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എൻ്റെ ഫേവറേറ്റാണ് ദോശ, ഇഡ്ഡലി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റും ഫേവറേറ്റ് ഡിന്നറൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ ടേസ്റ്റി ലഞ്ചും അതുപോലെ തന്നെ എൻ്റെ ടേസ്റ്റി ഹോംലി ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.